അവർ ഒരു ദിവസം കറണ്ട് ബില്ല് അടക്കാൻ വൈകിട്ടുണ്ടെങ്കിൽ KSEB ആളുകളെ വിട്ട് ഫീസ് ഊരിയതിലടക്കം ഫൈൻ അടക്കുന്ന ലെവലിലേക്കുള്ള KSEB മേഖലയാണ് ഇന്ന് കേരളത്തിലുള്ളത്. ഇത്രയും ആളുകൾ ഞങ്ങളുടെ ബാക്കിലുള്ള എല്ലാ ആളുകളും ചെറിയ കുട്ടികളടക്കം ചൂടെടുത്തിട്ട് കിടക്കാൻ വയ്യാത്തൊരവസ്ഥ. അതേപോലെ കിടപ്പിലായ രോഗികളൊക്കെ കിടക്കാൻ പോലും വയ്യാത്തൊരവസ്ഥയിൽ കിടപ്പിലായ രോഗികൾക്ക് പൊട്ടിമുറിയാവുന്ന അവസ്ഥയിലൊക്കെ കിടക്കുന്ന രോഗികളുണ്ട്. 4 ദിവസമായിട്ട് ഇത് അനുഭവിക്കണം. നമ്മൾ വലിയ ആൾക്കാർക്ക് തന്നെ ചൂട് സഹിക്കില്ല. അപ്പോൾ കുട്ടികളുടെ അവസ്ഥ, എൻ്റെ മോനൊക്കെ ചൂട് കുടുങ്ങിയിട്ട് മുറ്റത്ത് കൂടെ കിടന്ന് ഓടുക വെയ്യായിട്ട്. ഞങ്ങളുടെ ബൈക്കുമ്മേ കുട്ടികളെ വിഷയമാണ് അങ്ങോട്ടും കൂടെ ഓടുക കാറ്റ് കിട്ടാൻ വേണ്ടി. അങ്ങനത്തെ ഒരു അവസ്ഥ. KSEBക്ക് ഫോൺ ചെയ്താൽ ഇവർ ഫോൺ എടുക്കൂല, ഒരു കാര്യം സംസാരിക്കൂല, ഫോൺ എടുത്തിട്ട് കാര്യം ജനങ്ങളോട് പറയാതുമില്ല. KSEBയിൽ വന്നപ്പോൾ ഇവർക്ക് ഇതിനെക്കുറിച്ചൊന്നും സംസാരിക്കാനറിയില്ല. ഒരു പറയണേ ഇവരെ പ്രശ്നമല്ല, കൊളത്തൂരത്തെ പ്രശ്നമാണ്. കൊളത്തൂർ പോയാൽ പറഞ്ഞു ഇവരെ പ്രശ്നമാണ്. ഇവരിട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പന്തിടന്മാർ ജനങ്ങളെ തട്ടിത്തിതാക്കണേ. എടയൂർ മേഖലയിൽ ഇന്നലെ രാത്രി കറന്റ് പോയതിനെ തുടർന്ന് രോഷാകുലരായ നാട്ടുകാർ രാത്രി 12 മണിക്ക് KSEBയിൽ വന്ന് കുത്തിയിരുന്നു. ദിവസങ്ങളോളമായി സ്ഥിരമായി രാത്രി കറന്റ് പോകുന്നത് മൂലം ഉറങ്ങാൻ കഴിയാതെ കുട്ടികളും നാട്ടുകാരുമാണ് എടയൂർ KSEBയിൽ വന്ന് കുത്തിയിരുന്നത്. എടയൂർ മേഖലയിൽ രാത്രികാലങ്ങളിൽ കറന്റ് പോകുന്നത് മൂലം ദിവസങ്ങളോളമായി ജനങ്ങളുടെ ഉറക്കം നഷ്ടമാകുന്നത്. എടയൂർ, മണ്ണത്തുപറമ്പ്, വട്ടപ്പറമ്പ്, ആൽപ്പറ്റപ്പടി, മൂന്നാക്കൽ, പള്ളി റോഡ് എന്നീ സ്ഥലങ്ങളിലാണ് സ്ഥിരമായി രാത്രികാലങ്ങളിൽ കറന്റ് പോകുന്ന അവസ്ഥയുണ്ടാകുന്നത്. ഇതുമൂലം കിടപ്പിലായ രോഗികൾ, പിഞ്ചുകുഞ്ഞുങ്ങൾ, പ്രായമായ ആളുകളടക്കം വളരെയധികം പേരാണ് ദുരിതത്തിലായത്. ഇത്രയും അധികം ഉഷ്ണച്ചൂടിൽ കേരളം വെന്തുരുകുമ്പോൾ KSEBയുടെ ഈ അനാസ്ഥ മൂലം ജനങ്ങൾ വളരെയധികം പ്രയാസം അനുഭവിക്കുന്നു. ഇതിനൊരു പരിഹാരം KSEBയുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ലെങ്കിൽ വീട്ടിലുള്ള സ്ത്രീകളെയും കുട്ടികളെയും കൂട്ടി KSEBയിൽ വന്ന് കുത്തിയിരിക്കുമെന്ന് നാട്ടുകാർ D4 ന്യൂസിനോട് പറഞ്ഞു. പൊതുജനങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ അധികാരികളുടെ ശ്രദ്ധയിലും കൂടി പെടുത്താൻ വേണ്ടിയിട്ട് ഇപ്പോൾ സമയം 12:10 ഞങ്ങൾ ഏകദേശം ഒരു എടയൂർ KSEBയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഏകദേശം 8 മണിക്ക് 4 ദിവസമായിട്ട് ഇതേ സമയത്ത് കറണ്ട് പോകുന്ന ഒരു വിഷയം വന്നിട്ട് അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ചൂട് കൂടി ഈ സമയത്ത് പകലാണെങ്കിൽ വെള്ളം അടിക്കാൻ വോൾട്ടേജ് ഇല്ലാത്ത പ്രശ്നം കാരണം ഒരുപാട് ആളുകൾ കുഴൽക്കിണറും മറ്റുള്ള കാര്യങ്ങളായിട്ട് ബുദ്ധിമുട്ടുന്ന സമയം. ഇപ്പോൾ എടയൂർ KSEBയുടെ വടക്കുംപുറം മേഖലയിലുള്ള എല്ലാ ഭാഗത്തും കറണ്ട് സപ്ലൈ പോയിട്ട് മണിക്കൂറുകളായി. ഇതേ സംഭവങ്ങൾ ഒരു ആഴ്ച 10 ദിവസത്തിൻ്റെ അടുത്തായി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ KSEBയിൽ വന്ന അധികാരികളോട് സംസാരിച്ചപ്പോൾ പറയുന്നത് അവർക്ക് സപ്ലൈ തരുന്നത് കൊളത്തൂർ മേഖലയിൽ നിന്നാണ്. അപ്പോൾ അവിടെ ഓവർലോഡായ കാരണം ഇവിടേക്ക് കറണ്ട് കൊടുക്കണില്ല എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങളിവിടെ വന്നപ്പോൾ അധികാരികൾ പറയുന്നത്. അപ്പോൾ ഇത്രയും ആളുകൾ ഞങ്ങളുടെ ബാക്കിലുള്ള എല്ലാ ആളുകളും ചെറിയ കുട്ടികളടക്കം ചൂടെടുത്തിട്ട് കിടക്കാൻ വയ്യാത്തൊരവസ്ഥ. അതേപോലെ കിടപ്പിലായ രോഗികളൊക്കെ കിടക്കാൻ പോലും വയ്യാത്തൊരവസ്ഥയിൽ കിടപ്പിലായ രോഗികൾക്ക് പൊട്ടിമുറിയാവുന്ന അവസ്ഥയിലൊക്കെ കിടക്കുന്ന രോഗികളുണ്ട്. അപ്പോൾ അധികാരികളുടെ മുന്നിൽ വന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥയാണ് ഇപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള പ്രതികരണങ്ങളാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഞങ്ങൾക്ക് ഇതിനൊരു തീരുമാനം ഇന്നത്തോടെ വേണം, അല്ലെങ്കിൽ നാളെ വൈകുന്നേരം ആകുമ്പോഴത്തേന് വേണം. അല്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ എല്ലാ ആളുകളും ഒന്നിച്ച് KSEBയിലേക്ക് വരികയും KSEBയിൽ കറണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്, അവിടെ വന്ന് ഞങ്ങൾ കിടക്കും എന്നുള്ളത് ഞങ്ങൾ അധികാരികളെ അറിയിപ്പിച്ചിട്ടുണ്ട്. 4 ദിവസമായിട്ട് ഇത് അനുഭവിക്കണം. നമ്മൾ വലിയ ആൾക്കാർക്ക് തന്നെ ചൂട് സഹിക്കില്ല. അപ്പോൾ ഈ കുട്ടികളുടെ അവസ്ഥ, എൻ്റെ മോനൊക്കെ ചൂട് കുടുങ്ങിയിട്ട് മുറ്റത്ത് കൂടെ കിടന്ന് ഓടുക വെയ്യായിട്ട്. ഞങ്ങളുടെ ബൈക്കുമ്മേ കുട്ടികളെ വിഷയമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുക കാറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനത്തെ ഒരു അവസ്ഥ. KSEBയിൽ വന്നപ്പോൾ അവരുടെ സംസാരം കേട്ടു. ഇപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ, ഇതാണ് അവരുടെ അവസ്ഥ. അതുകൊണ്ട് ഇതിനെന്തെങ്കിലും തീരുമാനം കാണും, അതാണ് ഞങ്ങൾക്ക് ഇനി വേണ്ടത്. ഇതിപ്പോൾ KSEBക്ക് നമ്മൾ ഒരു കറണ്ട് തുടർച്ചയായി പോക്ക് തുടങ്ങിയിട്ട് 3 ദിവസമായി. അത് തുടർച്ചയായി പറഞ്ഞാൽ രാവിലെ പോയി വൈകുന്നേരം 6 മണി വരെ ഒരു മെസ്സേജ് വിടും ഫോണിലൊക്കെ. ഫോണ് വൈദ്യുതി ഓഫാണെന്ന് പറഞ്ഞിട്ട് 6 മണിക്ക് ശേഷം കറണ്ട് വരും എന്ന് പറഞ്ഞിട്ട് വന്നു കഴിഞ്ഞിട്ട് വരാത്തത് കൊണ്ടാണ് ഇപ്പോൾ ഞങ്ങൾ രാത്രി 12 മണിയായി നേരത്തെ KSEBക്ക് വന്നത്. പാവപ്പെട്ട രോഗികളുണ്ട്, വെള്ളമടിക്കാൻ ബുദ്ധിമുട്ട്, കുട്ടികൾക്ക് വീട്ടിൽ കടന്നുറങ്ങാൻ ബുദ്ധിമുട്ട്, ഭയങ്കര പ്രശ്നങ്ങളാണ്. KSEBക്ക് ഫോൺ ചെയ്താൽ ഇവർ ഫോൺ എടുക്കൂല, ഒരു കാര്യം സംസാരിക്കൂല, ഫോൺ എടുത്തിട്ട് കാര്യം ജനങ്ങളോട് പറയാതുമില്ല. KSEBയിൽ വന്നപ്പോൾ ഇവർക്ക് ഇതിനെക്കുറിച്ചൊന്നും സംസാരിക്കാനറിയില്ല. ഒരു പറയണേ ഇവരെ പ്രശ്നമല്ല, കൊളത്തൂരത്തെ പ്രശ്നമാണ്. കൊളത്തൂർ പോയാൽ പറഞ്ഞു ഇവരെ പ്രശ്നമാണ്. ഇവരിട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പന്തിടന്മാർ ജനങ്ങളെ തട്ടിത്തിതാക്കണേ. അപ്പോൾ ഇതിനൊരു കറക്റ്റ് നടപടി ഇവർ അധികാരികൾ എടുക്കണം. അല്ലെങ്കിൽ ഞങ്ങൾ പൊതുജനങ്ങൾ എല്ലാവരും കൂടി KSEBക്ക് ഒരു മാർച്ച് നടത്തും. അപ്പോൾ അതിനൊരു തീരുമാനം വരെ എന്തായാലും എടുക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇത് നേരെ സമയം ഇപ്പോൾ കണ്ടില്ലേ, 12:15 ഈ നേരത്തെ ഞങ്ങൾ വീട്ടിൽ ഉറങ്ങേണ്ട ആൾക്കാർ ഇവിടെ വന്ന് നിൽക്കണം എന്തിനാണ്?
അപ്പൊ ഇവരെ വീട്ടിലൊക്കെ സുഖമായിട്ട് ഇവർ കടന്നുറങ്ങുണ്ടാവും. അധികാരികളുടെ വീട്ടിൽ കറണ്ട് AC ഒക്കെ പോലും ഇറങ്ങാം. ഞങ്ങൾ ഈ പാവം 2 പിഞ്ചു കുഞ്ഞുങ്ങളായിട്ട് ഒരാൾ വന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? അപ്പൊ അത്രയും ബുദ്ധിമുട്ടിയിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പൊ ഇതിനൊരു നടപടി ഇവർ എടുക്കണില്ല. ഈ വിഷയം ഞങ്ങളിപ്പോൾ ഈ പാതിരാത്രിയിൽ പോലും KCB ഓഫീസിന്റെ ഫ്രണ്ടിൽ വന്നിട്ടുള്ളത് വീട്ടിലെ ബുദ്ധിമുട്ട് സഹിക്കവയ്യായിട്ടാണ് ഈ ജനങ്ങൾ ഇവിടെ വന്നിട്ടുള്ളത്. ചെറിയ കുട്ടികളടക്കം എടിയൂർ മേഖലയിൽ നിരന്തരമായി കറണ്ട് ഇല്ലാത്തതിൻ്റെ ഒരൊറ്റ കാരണം ഉറക്കം നഷ്ടപ്പെട്ടിട്ട് ദിവസങ്ങളോളായി. ഇവിടെ വന്ന് കൂടിയിട്ടുള്ളത് സാധാരണക്കാരിൽ സാധാരണക്കാരാണ്. വലിയ മുതലാളിമാരുടെ വീട്ടിൽ സോളാറ് അതുപോലുള്ള താൽക്കാലികമായിട്ട് കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന പല സജ്ജീകരണങ്ങളും ഉള്ള ആളുകൾ അവർ സുഖസുന്ദരമായി കടന്നുറങ്ങുകയാണ്. എടിയൂരിലെ ജനങ്ങളുടെ കാര്യം പറയാൻ, പാവപ്പെട്ടവരുടെ കാര്യം പറയാൻ ഒരാൾ മുന്നിട്ടിറങ്ങുന്നില്ല. ഈ KCBD അനാസ്ഥ തുടങ്ങിയിട്ട് കാലം കുറയായി. സത്യസന്ധമായി പറഞ്ഞാൽ ഈ സാധാരണക്കാരുടെ വീട്ടിൽ ഒരു സാധാരണ കിണറാണ് ഈ നാട്ടിലുള്ളത്. ഒരു തവണ വെള്ളം അടിച്ചാൽ ചിലപ്പോൾ 2 3 പാത്രം നിറയും. അപ്പൊ ഏന്തുന്നതിനനുസരിച്ച് വെള്ളം അടിച്ചിട്ടാണ് അവരുടെ നിത്യ ഉപയോഗത്തിനുള്ള വെള്ളങ്ങൾ സ്വരൂപിക്കുന്നത്. അങ്ങനെ വെള്ളം അടിക്കാൻ പോലും കഴിയാതെ, വീട്ടിലെ നിത്യോപയോഗത്തിനുള്ള വെള്ളം ശേഖരിക്കാൻ കഴിയാതെ ഈ സാധാരണക്കാരായ ജനങ്ങൾ ബുദ്ധിമുട്ടി രാത്രി ഒന്ന് സുഖമായിട്ട് കടന്നിറങ്ങാൻ, ഒന്ന് തല ചായ്ച്ചുറങ്ങാൻ, പിഞ്ചു മക്കളെ ഒന്ന് കിടത്തിയിറക്കാൻ, രോഗികളെ ഒരു ഫാനിട്ട് ഒരു ആശ്വാസം പകരാൻ പോലും എടിയൂർ ഗ്രാമത്തിലെ അല്ലെങ്കിൽ എടിയൂർ മേഖലയിലെ KCBയുടെ കീഴിലുള്ള കറണ്ടുള്ള ഒരു വീട്ടിലും കഴിയുന്നില്ല. അധികാരികളെ ഇത് നിരന്തരം ഉണർത്തുന്നു. അവർക്ക് യാതൊരു വിഷയമില്ല. സത്യസന്ധമായ ലൈനിൽ ഉള്ള കറണ്ട് അഥവേ വന്നാൽ തന്നെ അത് വോൾട്ടേജ് ഇല്ല. വോൾട്ടേജിന്റെ കാര്യം പറഞ്ഞാൽ ലോഡ് താങ്ങുന്നില്ല. ഈ എന്താ പറയാ, ആദവനാടിൽ നിന്ന് നമുക്ക് സപ്ലൈ കിട്ടിയിരുന്ന കാലത്ത് നമുക്ക് നല്ല വോൾട്ടേജ് ഇവിടെ ഉണ്ടായിരുന്നു, അതിനുള്ള കറണ്ട് ഉണ്ടായിരുന്നു, ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. കൊളത്തൂര് മേഖലയിൽ നിന്ന് വന്നപ്പോഴാണ് ഇത്രയും KCBന്റെ പ്രശ്നങ്ങൾ വരുന്നതെന്ന് പറഞ്ഞ് അതിന് താൽക്കാലിക ഒരു ശാശ്വത പരിഹാരം പോലും കാണാൻ KCB അല്ലെങ്കിൽ ഇതിന് ബന്ധപ്പെട്ട ഓഫീസർമാർ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർ കണ്ണു തുറക്കാത്തതിൽ വളരെ വിഷമ ഘട്ടത്തിലൂടെയാണ് ഈ എടിയൂർ മേഖലയിലുള്ള ജനങ്ങൾ കടന്നു പോകുന്നത്. ഇതിനൊരു ശാശ്വതമായ പരിഹാരം എടിയൂരിലെ KCB അല്ലെങ്കിൽ KCB അധികാരികൾ എടുത്തിട്ടില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധം, ശക്തമായ KCB മാർച്ചിലേക്ക് ഞങ്ങളെ നയിക്കേണ്ടി വരും. അതിൽ ഞങ്ങൾ കൈക്കുഞ്ഞുങ്ങളെ, ഞങ്ങളെ പെണ്ണുങ്ങളെ വീട്ടുകാരെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. കുറച്ച് കുട്ടികളും മാത്രമാണ് ഈ അടുത്ത മേഖലയിലുള്ളവർ ഇവിടെ വന്നിട്ടുള്ളത്. അപ്പൊ ശക്തമായ പ്രതിഷേധങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് നീങ്ങും. അല്ലെങ്കിൽ ഇതിന് എത്രയും പെട്ടെന്ന് ഒരു ശാശ്വത പരിഹാരം കാണണം. ഒരു കറണ്ട് ബില്ല് ഒരാഴ്ച പോലും തെറ്റിയാൽ സാധാരണക്കാരന്റെ വീട്ടിൽ വന്ന് ഫീസ് ഊരാൻ പോലും മടിക്കാത്ത അധികാരികൾ ഇരിക്കുന്ന ഓഫീസിൽ ഒരു സുഖസുന്ദരമായി AC കടന്നുറങ്ങുന്നു, ഫാൻ ഇട്ട് കടന്നുറങ്ങുന്നു. അവർക്ക് കറണ്ട് സ്വരൂപിച്ച് ശേഖരിക്കാനുള്ള കാര്യങ്ങൾ ഇവിടെ എഴുതി വെച്ച് കൊടുക്കുന്നു. അങ്ങനെയുള്ള സജ്ജീകരണങ്ങളൊക്കെ ഉള്ള ഓഫീസർമാർക്ക് സാധാരണക്കാരുടെ വിഷമറിയില്ല. സാധാരണക്കാരെ വിഷമറിയണമെങ്കിൽ വെള്ളം കോരി കൊണ്ടുവന്നവർ അല്ലെങ്കിൽ അത്യാവശ്യ കാര്യങ്ങൾക്ക് മോട്ടർ അടിച്ച് കറണ്ട് എടുക്കുന്ന ആളുകളായിരിക്കും. അവർ ഒരു ദിവസം കറണ്ട് ബില്ല് അടക്കാൻ വൈകിട്ടുണ്ടെങ്കിൽ KCB ആളുകളെ വിട്ട് ഫീസ് ഊരിയതിലടക്കം ഫൈൻ അടക്കുന്ന ലെവലിലേക്കുള്ള KCB മേഖലയാണ് ഇന്ന് കേരളത്തിലുള്ളത്. അതുകൊണ്ട് ഈ സാധാരണക്കാരുടെ വിഷയത്തിൽ ഈ KCB ഓഫീസ് എടിയൂർ മേഖലയിൽ ഈ പ്രതിസന്ധി തരണം ചെയ്തിട്ടില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധവുമായി ജനങ്ങളെ നിരത്തി വലിയൊരു പ്രക്ഷോഭത്തിലേക്ക് ഞങ്ങൾ നീങ്ങും എന്ന് അധികാരികളെ ഉണർത്തുന്നു. ഈ ബുദ്ധിമുട്ട് എത്രയും പെട്ടെന്ന് തീർക്കണമെന്ന് വളരെ താഴ്മയോടുകൂടി അഭ്യർത്ഥിക്കുന്നു.